പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചയിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ്. ഔദ്യോഗികമായി ഒരു മത്സരം പോലും കൺഫേം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും റിട്ടേൺ ചെയ്തു വന്ന ലിപ് മോർഗൻ്റെ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ അടുത്ത ആഴ്ച ലിപ് മോർഗൻ ഒരു MITB ലാഡർ മാച്ചിലേക്കുള്ള ക്വാളിഫൈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് താരം ഉറപ്പിച്ചതുകൊണ്ട് തന്നെ വിമൻസിൻ്റെ ലാഡർ മത്സരത്തിലെ ക്വാളിഫിക്കേഷൻ മത്സരം അടുത്ത റോ എപ്പിസോഡിൽ നടക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. ലിപ് മോർഗനെ കൂടാതെ പങ്കെടുക്കുന്ന മറ്റ് 2 സൂപ്പർ സ്റ്റാർസ് അത് ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു അപ്ഡേഷൻ ലഭിക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ് റോ എപ്പിസോഡിൽ നടന്ന MITB ക്വാളിഫിക്കേഷൻ മത്സരങ്ങളെ സംബന്ധിച്ചാണ്. റോയിൽ നടന്നത് 2 ക്വാളിഫിക്കേഷൻ മത്സരങ്ങളാണ്. അത് 2 മെൻസ് ലാഡർ മത്സരത്തിലേക്കുള്ള ക്വാളിഫൈ മത്സരമായിരുന്നു. തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിച്ച ഒരു ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫിക്കേഷൻ മത്സരം പെൻഡ വേഴ്സസ് ഡ്രാഗൺ ലീ വേഴ്സസ് ചാഡ് ഗേബിൾ തമ്മിലുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരമായിരുന്നു. ഇന്നത്തെ റോയിലെ ഏറ്റവും മികച്ച 2 മത്സരങ്ങളിൽ ഒന്ന് ഇതായിരുന്നു എന്നുള്ളത് നമുക്ക് യാതൊരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും. അത്രയും കിടിലമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ഹൈ ഫ്ലൈയിങ് തലത്തിൽ നോക്കുകയാണെങ്കിൽ മാരകമായിട്ടുള്ള ഒരു പെർഫോമൻസ് 3 റെസ്ലേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും കാണാൻ സാധിച്ചു. മത്സരത്തിൻ്റെ അവസാനം വൈക്കിംഗോ എന്ന് പറയുന്ന ഒരു ഗസ്റ്റ് ട്രിപ്പിൾ എയുടെ ടോപ്പ് സ്റ്റാർ അദ്ദേഹം മത്സരം വീക്ഷിക്കാൻ വേണ്ടിയിട്ട് റിംഗ് സൈഡിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പോയി ചാഡ് ഗേബിൾ അടിക്കുന്നതും അതിന് തിരിച്ചടി കൊടുക്കാൻ വേണ്ടി വൈക്കിംഗോ വന്നിട്ട് മത്സരത്തിൻ്റെ ഇടയിൽ ചാഡ് ഗേബിളിനെ ആക്രമിക്കുന്നതും ആ അവസരത്തിൽ പെൻഡ മത്സരത്തിൽ വിജയിച്ചു കയറുന്നതുമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അതിഗംഭീരമായിട്ടുള്ള മൂവ്സ്, ചില മൂവ്സൊക്കെ ഇഞ്ചുറി പറ്റിയോ എന്നുള്ള തലത്തിൽ വരെ സംശയങ്ങൾ ഉണ്ടാക്കുന്ന മൂവ്സ് ആയിരുന്നു. എന്നാലും കിടിലമായിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. അങ്ങനെ പെൻഡ MITB ക്വാളിഫൈ നേടിയെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് നടന്നത് മെയിൻ ഇവൻറ്റിലെ ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫിക്കേഷൻ മത്സരമായിരുന്നു. സൂപ്പർ താരങ്ങളായ സെത്ത് റോളിൻസ്, ഫിൻ ബാലർ, സാമി സെയിൻ തുടങ്ങിയ 3 പേര് പങ്കെടുത്ത ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫിക്കേഷൻ മത്സരം. ഈ മത്സരത്തിലും ഇന്റർഫിയറൻസുകളും ഡിസ്ട്രാക്ഷൻസും ഉണ്ടായിരുന്നു. ബ്രോൺ ബ്രേക്കർ, ബ്രോൺസൺ റീഡ് തുടങ്ങിയവരുടെ ഒരു സഹായം സെത്ത് റോളിൻസിന് ലഭിച്ചു. പക്ഷേ പെട്ടെന്ന് സെത്ത് റോളിൻസിന് വിജയിച്ച് കയറാൻ സാധിച്ചില്ല. എന്നാൽ സെത്ത് റോളിൻസ് വിജയിക്കുന്നത് ഡൊമിനിക് മെസ്റ്റിറ്റിയോ വന്നിട്ട് സ്റ്റീൽ ചെയർ ഫിൻ ബാലറിന് ഉപയോഗിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എടുക്കാൻ ശ്രമിച്ചപ്പോൾ സെത്ത് റോളിൻസ് ഫിൻ ബാലറിനെ കെർബ് സ്റ്റോംപ് ചെയ്ത് പിൻഫോളിലൂടെ വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ സെത്തും കൂടി MITB ലാഡർ മത്സരത്തിലേക്ക് ക്വാളിഫിക്കേഷൻ നേടിയിട്ടുണ്ട്. ഇവരെ കൂടാതെ സോളോസിക്കോവയും LA നൈറ്റും സ്മാക്ഡൗൺ ബ്രാൻഡിൽ നിന്ന് ക്വാളിഫൈ നേടിയിട്ടുണ്ട്. ഇനി വരുന്ന വീക്ക്ലി എപ്പിസോഡുകളിൽ ക്വാളിഫിക്കേഷൻ മത്സരങ്ങൾ നടക്കും. 2 സ്പോട്ടും കൂടി ബാക്കിയുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് പുതുതായി കൺഫേം ചെയ്തിട്ടുള്ള മത്സരത്തെ സംബന്ധിച്ചാണ്. നിലവിലെ വിമൻസിൻ്റെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ലൈറ വാൽക്കീരിയ ബെക്കി ലഞ്ചിനെതിരെ ഒരിക്കൽ കൂടി ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ മത്സരത്തിന് 2 സ്റ്റിപ്പുലേഷൻസ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബെക്കി ലഞ്ച് പരാജയപ്പെടുകയാണെങ്കിൽ അഥവാ ലൈറ വാൽക്കീരിയ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ബെക്കി ലഞ്ച് ലൈറ വാൽക്കീരിയയുടെ കൈവശം ഈ ഒരു IC ടൈറ്റിൽ ഇരിക്കുന്നത്തോളം കാലം ഇനി ടൈറ്റിലിന് വേണ്ടി ചലഞ്ച് ചെയ്യില്ല എന്നുള്ളതും അത് ബെക്കി കരിയറിലെ അവസാനത്തെ ഒരു ടൈറ്റിൽ മത്സരം ആയിരിക്കും എന്നുള്ളതും ബെക്കി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ലൈറ പരാജയപ്പെടുകയാണെങ്കിൽ അഥവാ ബെക്കി ലഞ്ച് പുതിയ ചാമ്പ്യൻ ആകുകയാണെങ്കിൽ ലൈറ ബെക്കിയുടെ കൈ ഉയർത്തിപ്പിടിച്ച് ബെക്കി ടോപ്പ് സ്റ്റാർ ആണ് എന്നുള്ള നിലയിൽ അംഗീകരിക്കണം എന്നുള്ളതാണ് ബെക്കി മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള സ്റ്റിപ്പുലേഷൻ. അപ്പോൾ ഗംഭീര സ്റ്റിപ്പുലേഷൻസ് ആണ്. അപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. വലിയ സർപ്രൈസുകൾ ഈ ഒരു മത്സരത്തിൽ ഉണ്ടായേക്കും. ഇന്നത്തെ റോ എപ്പിസോഡിലും ഈ 2 റെസ്ലേഴ്സ് തമ്മിലുള്ള ചാമ്പ്യനും ചലഞ്ചറും തമ്മിലുള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രൊമോ ബാറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചു. 4ാമത്തെ അപ്ഡേറ്റ് ജഡ്ജ്മെന്റ് ഡേ എന്ന് പറയുന്ന ഫാക്ഷനെ സംബന്ധിച്ചാണ്. ജഡ്ജ്മെന്റ് ഡേ എന്ന് പറയുന്ന ഫാക്ഷന്റെ ഉള്ളിൽ നിലവിലെ ഒരു നേതൃത്വം വഹിക്കുന്ന ഫിൻ ബാലർ എന്താണോ പ്ലാൻ ചെയ്തത് അതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്ന തലത്തിലാണ് നിലവിൽ സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുന്നത്. ലിപ് മോർഗൻ തിരികെ വന്നപ്പോൾ ഇപ്പോൾ റോക്സിനി പെരസ് ആ ഒരു ഗ്രൂപ്പിലേക്ക് വന്ന് ഡൊമിനിക് മെസ്റ്റിയോയുമായിട്ട് അടുക്കുന്നത് ഇഷ്ടപ്പെടാതെ ലിപ് മോർഗൻ പെരുമാറുന്നതായിട്ടുള്ള ഒരു മൊമെന്റ് കാണിച്ചു. അവിടെ ഫിൻ ബാലറിന്റെ മുഖത്ത് മാത്രമാണ് സന്തോഷം ഉണ്ടായിരുന്നത്. മറ്റ് ആരുടെ മുഖത്തും സന്തോഷം ഉണ്ടായിരുന്നില്ല. കൂടാതെ റോ എപ്പിസോഡിൽ നമുക്കിന്ന് ലിപ് മോർഗൻ വേഴ്സസ് കൈറി സെയിൻ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം കാണാൻ സാധിക്കുകയുണ്ടായി. മത്സരത്തിൽ റെഗൽ റോഡ്രിഗസ് ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന സമയത്ത് റോക്സിനി പെരസ് വന്നിട്ട് കൈറി സെയിനെ ആക്രമിക്കുന്നുണ്ട്. പക്ഷേ അത് ലിപ് മോർഗൻ വിജയിക്കുന്നതിലേക്ക് നയിച്ചില്ല. പകരം ലിപ് മോർഗൻ പരാജയപ്പെടുന്ന ഒരു റിസൾട്ടിലേക്കാണ് നയിച്ചത്. എന്നാൽ ഇതിനെ ചൊല്ലി റോക്സിനി പെരസുമായിട്ട് ലിപ് മോർഗൻ വലിയൊരു ഫൈറ്റ്
ഉണ്ടാക്കുമെന്നാണ് കരുതിയത്. പക്ഷേ ബാക്സ്റ്റേജ് സെഗ്മെൻറ്റിൽ ലിവ് മോർഗൻ റെഗൽ റോഡ്രിഗസ് നീ കുറച്ചും കൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്ന് പറഞ്ഞ് അവിടം വിട്ട് പോകുന്നതാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ലിവ് മോർഗൻ, റെഗൽ റോഡ്രിഗസ് തുടങ്ങിയവർക്കിടയിലെ ചെറിയൊരു സൗന്ദര്യ പിണക്കം അവർ ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൊമിനിക് മെയ്സ്റ്റീരിയുമായിട്ടുള്ള ലിവ് മോർഗൻ്റെ സൗന്ദര്യ പിണക്കം ഇതിനും തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിൻ ബാലർ എന്താണോ ആഗ്രഹിച്ചത് അദ്ദേഹത്തിലേക്ക് പൂർണ്ണ കൺട്രോൾ ജഡ്ജ്മെൻറ്റ് ടീമിൻ്റെ വരാൻ വേണ്ടിയിട്ടാണ് ഫിൻ ബാലർ ആഗ്രഹിച്ചത്. അദ്ദേഹം പറയുന്ന പോലെ എല്ലാവരും നിൽക്കാനാണ് ഫിൻ ബാലർ ആഗ്രഹിച്ചത്. അദ്ദേഹത്തിന് മുകളിൽ ആരും പോകാതിരിക്കാനാണ് ഫിൻ ബാലർ ആഗ്രഹിച്ചത്. അതിലേക്ക് തന്നെ കാര്യങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്ത് എത്തിക്കുന്ന രീതിയിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഫിൻ ബാലറിന് കാര്യങ്ങൾ ഇപ്പോൾ ബിൽഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ മെയിൻ ഈവൻറ്റിലെ മത്സരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൊമിനിക് മെയ്സ്റ്റീരിയോ സഹായിക്കാൻ ശ്രമിച്ചത് ഫിൻ ബാലറിന് ഒരു 8ൻ്റെ പണിയായി മാറി ഫിൻ ബാലർ പരാജയപ്പെടുന്നതിലേക്കും കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഡൊമിനിക്കും ഫിൻ ബാലറും തമ്മിലുള്ള സ്റ്റോറി ഇനി വരുന്ന റോ എപ്പിസോഡുകളിലും മുന്നോട്ടേക്ക് പോകും. അത് ഇരുവരും തമ്മിലുള്ള IC ടൈറ്റിൽ മത്സരത്തിലായിരിക്കും അവസാനിക്കുക എന്നുള്ളതും ഏകദേശം ഉറപ്പായിരിക്കുന്നു. അപ്പോൾ ജഡ്ജ്മെൻറ്റിൻ്റെ ടീം ഇനി ഇത്രയധികം മെമ്പേഴ്സായിട്ട് മുന്നോട്ടേക്ക് പോകില്ല. ഈ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ 2 ടീം പുതുതായി വരുന്നത് നമുക്ക് വൈകാതെ കാണാൻ സാധിക്കും. 5ാമത്തെ അപ്ഡേറ്റ് റൂസേവിൻ്റെ പുതിയ എതിരാളി ആരായിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ശരിവെക്കുന്ന രീതിയിലുള്ള മൊമെൻറ്റ്സ് നമുക്കിന്ന് കാണാൻ സാധിച്ചതിനെ സംബന്ധിച്ച് അക്കിറ ടൊസാവിയെ സ്ക്വാഷ് മത്സരത്തിലൂടെ പരാജയപ്പെടുത്തിയ റൂസേവ് ആക്രമണം തുടർന്നതിനെ സംബന്ധിച്ച് ഷെയ്മസ് അവിടേക്ക് കയറി വരുന്നുണ്ട്. ഷെയ്മസും റൂസേവും ഫേസ് ടു ഫേസ് വരുന്ന ഒരു മൊമെൻറ്റ് കാണിച്ചുകൊണ്ട് റൂസേവ് അവിടെ വിട്ട് ഇറങ്ങുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഒരു ഗംഭീര മത്സരം റൂസേവ് തിരികെ വന്നതിന് ശേഷം റൂസേവിന് ലഭിക്കാൻ പോകുന്നു. റൂസേവിന് തന്നെയാണ് വിജയ സാധ്യത എന്നുണ്ടെങ്കിലും ഷെയ്മസിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു കിടിലൻ പെർഫോമൻസ് ആണ് പ്രതീക്ഷിക്കുന്നത്. റൂസേവ് വേഴ്സസ് ഷെയ്മസ് സ്റ്റോറി ആർക്കായിരിക്കും അനുകൂലമാകുക? റൂസേവ് തിരികെ വന്നതിന് ശേഷം അദ്ദേഹത്തിന് മെയിൻ ഇവൻറ്റ് പിക്ചറിലേക്ക് ഈ ഒരു വിജയത്തോടു കൂടി കയറാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 6ാമത്തെ അപ്ഡേറ്റ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ച ഏക ചാമ്പ്യൻഷിപ്പ് മത്സരം വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാരായ ന്യൂ ഡേ, ക്രീഡ് ബ്രദേഴ്സ്, വാർ റൈഡേഴ്സ് തുടങ്ങിയവർക്കെതിരെ ട്രിപ്പിൾ ത്രെറ്റ് റൂൾസിലാണ് മത്സരത്തിൽ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. മത്സരത്തിൽ ക്രീഡ് ബ്രദേഴ്സും ന്യൂ ഡേയും ഒരു ടീം പോലെയാണ് പ്രവർത്തിച്ചത്. വാർ റൈഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ആദ്യം കുറച്ച് അടി വാങ്ങിയെന്നുണ്ടെങ്കിലും പിന്നീട് ക്രീഡ് ബ്രദേഴ്സും ന്യൂ ഡേയും പരസ്പരം ടാഗൊക്കെ കൊടുത്ത് വാർ റൈഡേഴ്സിനെ തന്നെ ഒരു കോർണറിലേക്ക് ഒതുക്കി കൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്രതീക്ഷിതമായിട്ട് ക്രീഡ് ബ്രദേഴ്സിനെ തന്നെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തി ന്യൂ ഡേ ടൈറ്റിൽ റീട്ടേൺ ചെയ്യുന്നതും കാണാൻ സാധിച്ചു. അപ്പോൾ ന്യൂ ഡേ എന്ന് പറയുന്ന ടീം വിജയിക്കാൻ വേണ്ടി എന്ത് ഡേർട്ടി വർക്കും ചെയ്യുന്ന ടീമാണ്. അവരെ ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല എന്നുള്ള അവരുടെ ക്യാരക്ടറാണ് അവർ ഈ മത്സര റിസൾട്ടിലൂടെ കാണിച്ചു തരുന്നത്. ക്രീഡ് ബ്രദേഴ്സ് ഇതിനുള്ള ഒരു തിരിച്ചടി കൊടുക്കാൻ സാധ്യതയുണ്ട്. അത് അടുത്ത റോയിൽ കാണാൻ സാധിച്ചേക്കാം. കുഴപ്പമില്ലാത്ത ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് നമുക്ക് ഇന്നത്തെ റോയിൽ കാണാൻ സാധിച്ചത്. മത്സരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ള സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് നമുക്കിന്നത്തെ റോ എപ്പിസോഡിൽ പോൾ ഹെയ്മൻ ഡയറക്റ്റ് റോമൻ റീൻസിൻ്റെ തിരിച്ചറിവിൻ്റെ സൂചനയും റോമൻ റീൻസിനുള്ള വെല്ലുവിളിയും ഉന്നയിക്കുന്നതായി നമുക്കിന്ന് കാണാൻ സാധിച്ചു. അതായത് ബ്രോൺസൺ റീഡ്, ബ്രോൺ ബ്രേക്കർ തുടങ്ങിയ 2 താരങ്ങളെ വലിയ രീതിയിൽ പൊക്കിയടിച്ചുകൊണ്ട് സെത്ത് റോളിൻസിൻ്റെ അടുത്തേക്ക് മൈക്ക് കൊണ്ടുപോകുന്ന പോൾ ഹെയ്മൻ്റെ ആ ഒരു രീതിയുണ്ട്. എക്നോളജി ചെയ്യാൻ സെത്ത് റോളിൻസിൻ്റെ പേര് പറഞ്ഞിട്ട് പോൾ ഹെയ്മൻ ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ റോമൻ റീൻസിന് മൈക്ക് കൊടുക്കുന്ന ഒരു രീതിയിൽ സെത്ത് റോളിൻസിന് മൈക്ക് കൊടുക്കുന്നു. കൈകൂപ്പി നിൽക്കുന്ന പോൾ ഹെയ്മൻ്റെ മൊമെൻറ്റ്സും അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം റോമൻ റീൻസിൻ്റെ കൂടെ നിൽക്കുമ്പോൾ വൈസ്മാനായി പോൾ ഹെയ്മൻ ചെയ്തിരുന്നതാണ്. ഇതേ ഒരു രീതി തന്നെയാണ് ഇപ്പോൾ സെത്ത് റോളിൻസിൻ്റെ ഒപ്പവും പോൾ ഹെയ്മൻ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം റോമൻ റീൻസിനെ ഡയറക്റ്റ് വെല്ലുവിളിക്കുക എന്നുള്ളതാണ്. നിലവിൽ സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുന്നത് CM പങ്ക്, സാമി, ജെ തുടങ്ങിയവർക്ക് എതിരെ ആണെങ്കിലും റോമൻ ഇപ്പോൾ റോയിൽ നിന്ന് മാറി നിൽക്കാൻ കാരണം, അല്ലെങ്കിൽ WWEയിൽ നിന്ന് മാറി നിൽക്കാൻ കാരണം ബ്രോൺ ബ്രേക്കറും സെത്തും ആയിരുന്നു. ആ ഒരു ടീം ഇപ്പോൾ 3 പേര് അടങ്ങി വലിയൊരു പവർഫുൾ ഗ്രൂപ്പായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് റോമൻ റീൻസിനുള്ള ഒരു ഡയറക്റ്റ് വെല്ലുവിളിയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റോമൻ്റെ തിരിച്ചുവരവും അത്തരത്തിലുള്ള സ്റ്റോറി ലൈനുകളും അവർ ആരംഭിക്കാൻ പോകുന്നു. നമുക്ക് റോമൻ്റെ തിരിച്ചുവരവ് ഇനി എന്ന് വേണമെങ്കിലും പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു അപ്ഡേറ്റും കൂടി പോൾ ഹെയ്മൻ ഇത്തരത്തിലുള്ള ഒരു വെല്ലുവിളി പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. റോയുടെ മെയിൻ ഈവൻറ്റിൽ സെത്ത് റോളിൻസ് ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൽ വിജയിച്ച് മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേഴ്സിന് വേണ്ടിയിട്ടുള്ള മത്സരത്തിലേക്ക് ക്വാളിഫൈ നേടിയെന്നുണ്ടെങ്കിലും CM പങ്കിൻ്റെ ഒരു അൺഎക്സ്പെക്റ്റഡ് GTS ആണ് സെത്ത് റോളിൻസിന് പിന്നീട് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അപ്പോൾ CM പങ്ക് സ്റ്റാൻഡിങ് ടോൾ എന്നുള്ളൊരു രീതിയിലാണ് റോ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്. മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവരിൽ CM പങ്കിൻ്റെ ഇൻവോൾവ്മെൻറ്റോ അല്ലെങ്കിൽ റോമൻ റീൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റോ ഉണ്ടായിരിക്കാൻ സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. റോ എപ്പിസോഡ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലയോ എന്നുള്ള ഒരു അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.